ഹലോ ഓൾ, വെൽക്കം ടു താഹു CS മന്ത്ര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OSന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആകെ OSന്റെ ഒരു ഡെഫിനിഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, OS തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര കിടിലെന്നല്ല, അത്ര നല്ലതല്ല. അപ്പം നിങ്ങൾ അതൊന്ന് സഹിക്കുക. പിന്നെ ഞാൻ എഴുതുന്നതും ഭയങ്കര ചരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോണത്, അതും നിങ്ങൾ സഹിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് കുറേ ഡെഫിനിഷൻ കാണാം. അത് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറേ ഡെഫിനിഷൻസ് കാണാം. അതിലൊരു ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിൽ പറയുന്ന ഒരു ഡെഫിനിഷനാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ പ്രോഗ്രാം which act as an interface between user and hardware. ഓക്കെ, ഇനി നമുക്ക് ഈ ഡെഫിനിഷൻ എന്താണ് മീൻ ചെയ്യുന്നത് നോക്കാം. ആദ്യം പറയുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മളുടെ കമ്പ്യൂട്ടറിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് ശരിക്കുള്ളത്. കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു കമ്പ്യൂട്ടറിനെ കൺസിഡർ ചെയ്താൽ അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഹാർഡ്വെയറും ഒന്ന് സോഫ്റ്റ്വെയറും. അതിൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഫിസിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് ഹാർഡ്വെയർ എന്നുള്ളത്. അതിന് എക്സാമ്പിളാണ് നമ്മളുടെ CPU, മെമ്മറി, IO ഡിവൈസസ് ഒക്കെ. IO ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കീബോർഡ്, മോണിറ്റർ, പ്രിന്റർ അതെല്ലാം വരുന്നതാണ് IO ഡിവൈസ്. മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ഉൾപ്പെടും. പിന്നെ നമ്മളുടെ CPU. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു കമ്പോണൻ്റ് ആണ് ഹാർഡ്വെയർ എന്നുള്ളത്. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ CPU, മെമ്മറി, IO ഡിവൈസസ് വരും. പിന്നെയുള്ള വേറൊരു കമ്പോണൻ്റ് ആണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് പ്രോഗ്രാം പ്ലസ് എന്താണ് അതിൻ്റെ ഒരു ഡോക്യുമെന്റേഷനും. ഓക്കെ, പ്രോഗ്രാം പ്ലസ് ഡോക്യുമെന്റേഷൻ ആണ് ആക്ച്വലി സോഫ്റ്റ്വെയർ എന്നുള്ളത്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. പ്രോഗ്രാം മീൻസ് എന്താ, ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആയിരിക്കും ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഡോക്യുമെന്റേഷനും കൂടി കാണും. ഡോക്യുമെന്റേഷനിൽ ആ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഡോക്യുമെന്റേഷൻ. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ആ സോഫ്റ്റ്വെയറിൻ്റെ യൂസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ കൂടി എന്താണ്, ഒരു മാനുവലായിട്ട് ഡോക്യുമെന്റേഷൻ ആയിട്ടും കൂടെ കാണും. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. അത് നമുക്കിനി സോഫ്റ്റ്വെയറിനെ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ സോഫ്റ്റ്വെയർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇപ്പോൾ വേർഡ് പ്രൊസസ്സർ ആയിട്ടുള്ള MS വേർഡ്, അതൊരു എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ ആണ്. കാരണം നമ്മൾ വേർഡ് പ്രൊസസ്സർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വേർഡ് പ്രൊസസ്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വീഡിയോ പ്ലെയർ, നമ്മളിപ്പോൾ VLC ഒക്കെ യൂസ് ചെയ്യുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്, വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അതൊരു പെർട്ടിക്കുലർ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. പിന്നെ വെബ് ബ്രൗസേഴ്സ്, അത് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണാനാണെങ്കിലും അല്ലാതെ എന്ത് സെർച്ച് ചെയ്യാനാണെങ്കിലും നമ്മൾ സെവറൽ വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ക്രോം, മോസില്ല. അപ്പോൾ അതെല്ലാം എന്താണ്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൻ്റെ എക്സാമ്പിൾ ആണ്. നിങ്ങളിപ്പോൾ ഫോണിലാണെങ്കിൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാട്സാപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതെല്ലാം എന്താണ് ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. കാര്യം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. പിന്നെ തന്നെ നമ്മൾ സിംപ്ലി ആപ്ലിക്കേഷൻസ് എന്ന് പറയും. പിന്നെ അതിന് ഷോർട്ടാക്കി നമ്മൾ ആപ്സ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്കും
ഞാൻ പറഞ്ഞ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ ഉണ്ടെന്ന്. അപ്പം ഹാർഡ്വെയർ കമ്പോണന്റിനെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വേണം. ആ പ്രോഗ്രാംസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹാർഡ്വെയർ കമ്പോണൻസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പം ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ വഴിയായിരിക്കും നമ്മുടെ ഹാർഡ്വെയർ കമ്പോണന്റിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. അതിൽ വരുന്നതാണ് നമ്മളുടെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ലിങ്കർ, ലോഡർ, അതൊക്കെ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനിയുള്ളതിൽ പഠിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ 2 കമ്പോണൻസിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും, അതിൽ ഹാർഡ്വെയർ എന്താന്ന് പറഞ്ഞു, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ 2 എണ്ണം ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് OSന്റെ ഈ ഡെഫിനിഷനിലേക്ക് തിരിച്ചു വരാം. അതിൽ വന്നു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, അതൊരു സോഫ്റ്റ്വെയർ ആണ് മനസ്സിലായി അല്ലേ. ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം പ്ലസ് ഡോക്യുമെന്റേഷൻ ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ് മനസ്സിലായി. ഇനി അത് തന്നെ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷനും ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞു ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു എന്താണ് ടാസ്കിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതല്ല. അതുകൊണ്ടിട്ട് ഇതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയർ കമ്പോണൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനിഷന്റെ ഈ ഇത്രയും പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി ബാക്കി ഡെഫിനിഷൻ നമുക്ക് നോക്കാം. വിച്ച് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ. ഓക്കെ, ഇനി പറയുന്നത് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, യൂസറിന്റെയും ഹാർഡ്വെയറിന്റെ ഇടയ്ക്ക് ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു യൂസർ ഉണ്ട്, ഇവിടെ നമ്മളുടെ ഹാർഡ്വെയർ. ഹാർഡ്വെയറിൽ ഏതൊക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു, CPU, മെമ്മറി, IO ഡിവൈസസ്. ഓക്കെ, അപ്പൊ ഇവർക്കിടയ്ക്കുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൽ യൂസർ ആരാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യൂസർ എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആരെ നമുക്ക് യൂസർ എന്ന് പറയാം. അതിപ്പോൾ ഒരു എക്സ്പേർട്ട് ആയിക്കോട്ടെ, ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിക്കോട്ടെ, ഇനി അതല്ല കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് യാതൊരു നോളജും ഇല്ലാത്ത ഒരാളായിക്കോട്ടെ, അവരെല്ലാവരും വരുന്ന കാറ്റഗറിയാണ് യൂസർ കാറ്റഗറി. ഇപ്പം ഒരു മൂവി വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അയാൾക്ക് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് യാതൊന്നും അറിയത്തില്ല, അയാളും യൂസർ കാറ്റഗറിയിൽ വരും. എന്നാൽ ഡേറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അയാളും ഈ യൂസർ കാറ്റഗറിയിൽ വരും. ഓക്കെ, ഇനി അടുത്ത ഹാർഡ്വെയർ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ CPU, മെമ്മറി, നമ്മുടെ IO ഡിവൈസസ് വരും. പിന്നെ ഈ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ഈ യൂസറിനും ഹാർഡ്വെയറിനും ഇടയ്ക്കുള്ള ഇന്റർഫേസ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരു OS എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർഫേസ് ഇല്ലാന്നുണ്ടെങ്കിൽ യൂസറിന് ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. കാര്യം പണ്ട് ഏർലിയർ കേസിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ആയത്. ഞാൻ നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു റൂമിൽ കയറി നമുക്ക് അവിടുത്തെ ലൈറ്റ് ഇടണം. ലൈറ്റ് ഇടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നേരെ അതിൻ്റെ കറസ്പോണ്ടിങ് സ്വിച്ച് പോയി ഇടും. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താണ്, അവിടെ ലൈറ്റ്സ് ഓൺ ആവും. ഓക്കെ, ഇനി ഈ സ്വിച്ച് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റത്തില്ലായിരുന്നു. ലൈറ്റ് ഇടാൻ പറ്റും. കാരണം സ്വിച്ചിന്റെ ഇന്റേണലായിട്ട് എന്താണുള്ളത്, ഒരു സർക്യൂട്ട്, ഒരു വയറിംഗ് ആയിരിക്കും ഉള്ളത്. ആ വയറിംഗ് കണക്ഷൻ അറിയാവുന്ന ഒരാൾക്ക് എന്താണ്, സ്വിച്ച് ഇല്ലെങ്കിലും ലൈറ്റ് ഇടാൻ പറ്റും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആ ഇന്റേണൽ വയറിംഗ് അല്ലെങ്കിൽ ആ സർക്യൂട്ടിനെ പറ്റിയിട്ട് ഒരു നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഈസി ആയിട്ട് എന്താണ് ലൈറ്റ് ഇടാൻ പറ്റത്തുള്ളൂ, സ്വിച്ച് ഇല്ലെങ്കിലും. ആ സെയിം കേസ് തന്നെയാണ് നമ്മളിപ്പോ OSന്റെ കേസ് എടുത്താലും. ഇവിടെ യൂസർ എന്ന് പറയുന്ന ആള് സ്വിച്ച് ഇടാൻ വന്ന ആള്, ഹാർഡ്വെയർ ആണ് നമ്മളുടെ ലൈറ്റ് എന്ന് പറയുന്നത്. സോറി, യൂസർ എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈറ്റ് ഇടാൻ വന്നത്, ഹാർഡ്വെയർ ആണ് നമ്മളുടെ ലൈറ്റ് എന്ന് പറയുന്നത്. അതിൽ സ്വിച്ച് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ സ്വിച്ച് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ യൂസറിന് ഈസി ആയിട്ട്
എന്താണ് ലൈറ്റ് ഇടാൻ പറ്റും. സ്വിച്ച് ഇല്ലെങ്കിൽ ഇടാം, പക്ഷെ അപ്പോഴെന്താണ് നമ്മൾ ആ ഇന്റേണൽ വയറിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത്തരത്തിലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ലൈറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞ യൂസർ എന്ന് പറഞ്ഞ ഇതിൽ എല്ലാ കാറ്റഗറീസും വരും. കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് നോളജ് ഇല്ലാത്ത ആൾക്കാരും വരും, ഉള്ള ആൾക്കാരും വരും. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ തന്നെ എന്താണ് കമ്പ്യൂട്ടർ ഈസിലി ആക്സസിബിൾ ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന കമ്പോണന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ യൂസറിന് ഹാർഡ്വെയറിന്റെ ഇടയ്ക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇന്റർഫേസ് ആയിട്ട് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. കാര്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസറിന് ഈസി ആയിട്ട് കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇന്റർഫേസ് ആയിട്ട് വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? യൂസറിന് ഈസി ആയിട്ട് ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇവർക്കിടയ്ക്ക് ഒരു ഇന്റർഫേസ് ആയിട്ട് കൊണ്ടുവന്നത് കൊണ്ട് യൂസറിന് ഈസി ആയിട്ട് ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാം. അതിന്റെ ഇന്റേണൽ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. യൂസറിന് ജസ്റ്റ് സിസ്റ്റം ഓപ്പൺ ചെയ്ത് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് അയാൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ചെയ്യാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്താണെന്നൊന്നും അന്വേഷിക്കേണ്ട അറിയേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ സ്വിച്ചിന്റെ വയറിംഗ് അറിഞ്ഞ് ചെയ്യുന്നത് പോലെ യൂസർ ഓരോ കാര്യങ്ങളും കോഡ് എഴുതി ചെയ്യേണ്ടി വരുമായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്തൊരു ഡെഫിനിഷനിലേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന വേറൊരു ഡെഫിനിഷനാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ആൻ എൻവയോൺമെന്റ് ഫോർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ടു റൺ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാം മീൻസ് നമ്മളുടെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് റൺ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഈ ഡെഫിനിഷൻ എന്താ മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് സ്കൈപ്പ് എടുത്തേക്കുക. അപ്പോൾ സ്കൈപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് വന്നേക്കുന്നത്? സ്കൈപ്പ് അവൈലബിൾ ഫോർ വിൻഡോസ്, മാക് OS X ആൻഡ് ലിനക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ വിൻഡോസ് ആണെങ്കിലും മാക് OS X ആണെങ്കിലും ലിനക്സ് ആണെങ്കിലും എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് നിങ്ങൾക്ക് അറിയായിരിക്കും, മാക് OS X ആണ് നമ്മുടെ ആപ്പിളിൻ്റെത്, പിന്നെ ലിനക്സ്. അപ്പം ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഡിസൈൻ ചെയ്തേക്കുന്നത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പം അതുകൊണ്ടിട്ടാണ് ഇങ്ങനൊരു ഡെഫിനിഷൻ വന്നത്. എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഒരു ബേസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ റൺ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടിട്ടാണ് ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നിങ്ങളിപ്പോൾ സ്കൈപ്പ് എന്നല്ല, നിങ്ങളിപ്പോൾ ഏത് ഒരു ആപ്പ് എന്താണ് സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാലും അതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഒരു OSനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ അത് സിസ്റ്റത്തിൻ്റെ കേസിൽ നിങ്ങളിപ്പോൾ മൊബൈൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഇപ്പം എന്താണ് ആൻഡ്രോയിഡിൽ എന്താണ് ഇപ്പം വാട്സാപ്പ് തന്നെ ആൻഡ്രോയിഡിലേക്ക് അല്ലെങ്കിൽ iOSലേക്ക് അങ്ങനെ രണ്ടായിട്ടാണ്. എന്ന് വെച്ചാൽ അത് OSനനുസരിച്ചാണ് മാറുന്നത്, അല്ലാതെ ഫോണിനനുസരിച്ചല്ല. എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസിലും നമുക്ക് എന്താണ് വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്നാണ്. അപ്പം എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ട, ഓരോ OSനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻസ് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഓരോ മെഷീൻ അല്ലെങ്കിൽ ഓരോ ഹാർഡ്വെയർ കമ്പോണൻസിനനുസരിച്ച് ആയിരുന്നു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര എന്താണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭയങ്കര വലിയ ടാസ്ക്കാണ്. പിന്നീടാണ് അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിലേക്ക് മാറിയത്. അപ്പോൾ ഓരോ OSനനുസരിച്ചാണ് ആപ്ലിക്കേഷൻസ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് റൺ ചെയ്യാൻ ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഈ ഫിഗർ, ഈ അബ്സ്ട്രാക്റ്റ് വ്യൂ ഓഫ് കമ്പ്യൂട്ടറിന്റെ ഈ ഫിഗർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ലോവർ മോസ്റ്റിലായിട്ട് ഹാർഡ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ കമ്പോണൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞു? CPU, IO ഡിവൈസസ്, മെമ്മറി. പിന്നെ അതിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് ബാക്കി എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസും സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ ബാക്കിയുള്ള ലിങ്കർ, ലോഡർ, അസംബ്ലർ, കമ്പൈലർ അതൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കും. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ യൂസർ. ഓക്കെ, അപ്പം യൂസർ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു ആൾ വന്നിട്ട്
അയാൾക്കൊരു മൂവി കാണണം. ഓക്കെ, അപ്പൊ മൂവി കാണണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വീഡിയോ പ്ലെയർ വേണം. അപ്പൊ ഒരു യൂസർ വന്നു, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു, എന്ത് ചെയ്തു? വീഡിയോ പ്ലെയർ എടുത്തു, ഇപ്പൊ VLC എടുത്തു, എന്താണ് ഒരു മൂവി ഇട്ട് കാണുക. ഇപ്പോൾ നമുക്ക് OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കേസ് കൺസിഡർ ചെയ്യാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല, അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ ഒരു യൂസറിന് നമ്മളൊരു വീഡിയോ പ്ലെയർ VLC വീഡിയോ പ്ലെയറിൽ മൂവി എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ യൂസർ ആദ്യം വന്ന് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം? എനിക്ക് എന്താണ് വീഡിയോ പ്ലെയർ ഓപ്പൺ ആക്കണം എന്നുള്ളൊരു കോഡ് എഴുതി കൊടുക്കണം. വീഡിയോ പ്ലെയർ ആദ്യം വീഡിയോ പ്ലെയർ ഓപ്പൺ ആക്കണം. അതിൽ ഇന്ന വീഡിയോ പ്ലെയർ അപ്പം എന്താണ് സെക്കൻഡറി മെമ്മറിയിലായിരിക്കും കിടക്കുന്നത്, അതിനെ എന്താണ് പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യിക്കാനുള്ള കോഡ് എഴുതി കൊടുക്കണം. അതിലേക്ക് ഇന്ന മൂവീനെ ലോഡ് ചെയ്യിക്കാനുള്ള കോഡ് എഴുതി കൊടുക്കണം. അതെന്ത് ചെയ്യണം? സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള കോഡ് എഴുതി കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും സോങ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഓടിച്ചു വിടത്തില്ലേ, അപ്പൊ ഓടിച്ചു വിടാനുള്ള കോഡ് എഴുതി കൊടുക്കണം. അങ്ങനെ നമ്മളൊരു എന്താണ് യൂസർ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുന്ന ഓരോ ആക്ഷനും എന്താണ് നമ്മൾ കോഡ് എഴുതി കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് ആലോചിച്ച് നോക്കിയാൽ അത് എന്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അങ്ങനെ ഒരു രീതിയിൽ കമ്പ്യൂട്ടർ ഓപ്പൺ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറൊന്നും യൂസ് ചെയ്യാനേ പോകത്തില്ലായിരുന്നു. പക്ഷെ ഇതായിരുന്നു ഇയർലിയർ കേസിന്റെ അവസ്ഥ. അപ്പോഴാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് വന്നത്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും കോഡ് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വന്നു എന്താണ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, വീഡിയോ പ്ലെയർ ഓപ്പൺ ചെയ്യുക, മൂവി ഇടുക, കാണുക. നമുക്ക് അതിന്റെ ഇന്റേണലി നടക്കുന്ന ഒന്നും അറിയേണ്ട കാര്യമില്ല. അത് എന്തുകൊണ്ടാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണന്റ് ഉള്ളത് കൊണ്ടിട്ടാണ് നമുക്ക് എന്താണ് ഇന്റേണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിന്റെ ഇന്റേണൽ ഓപ്പറേഷൻസോ ഒന്നിനെ പറ്റിയിട്ട് വറീഡ് ആവേണ്ടാത്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് മീൻ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഒരു യൂസർ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോഴായിരിക്കും അതിലെന്താണ് ഹാർഡ്വെയർ കമ്പോണന്റ് ആയിട്ടുള്ള മെമ്മറീനെ ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്ട് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുകയൊക്കെ വേണ്ടത്. അപ്പം പെർട്ടിക്കുലർ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാർഡ്വെയറിനെ ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന് റൺ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം യൂസർ വന്നു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന് നിറയെ ഹാർഡ്വെയർസിന്റെ ആവശ്യം വരും. അപ്പൊ അതിനെ ഈസിലി ആക്സസ് ചെയ്യുന്നത് ത്രൂ ആര് വഴിയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് ഡെഫിനിഷനും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഇന്നത്തെ ഈ വീഡിയോയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ രണ്ട് ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷനാലിറ്റീസ്, ഗോൾസ് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന് പറഞ്ഞ വീഡിയോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.